ഹായ് എവ്രിവൺ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വയറെങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ അബ്ഡമൻ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ള ഒരു സെഷനെ പറ്റിയാണ്. അപ്പൊ അതിന്റെ എക്സസൈസുകളാണ് ഞാൻ ഇന്ന് ഈ സെഷനിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എക്സസൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ ട്രെയിനിങ് സെഷൻ പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വയറൊന്ന് കുറഞ്ഞിരിക്കുക, ഫ്ലാറ്റ് ആയിട്ട് ഉള്ള ഒരു സ്റ്റൊമക്ക്. അതെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് നല്ല ട്രെയിനിങ് പ്ലാൻ ഉണ്ടാക്കിയാൽ നമുക്ക് അത് ആ ഗോൾ അച്ചീവ് ചെയ്യാം, ഒരു സംശയമില്ല. ഇതുപോലെ ചില മിസ്കോൺസെപ്ഷൻ ഉണ്ട്. ഒന്നുള്ളത് സ്പോട്ട് റിഡക്ഷൻ. അത് എല്ലാവരും ഉള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ നിന്ന് ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഫാറ്റ് ഒരിക്കലും ഒരു സിംഗിൾ സ്പോട്ടായിട്ട് കുറയില്ല. ഫാറ്റ് കുറയുമ്പോൾ ടോട്ടൽ ബോഡി ഫാറ്റിന്റെ പെർസെന്റേജ് ആയിരിക്കും കുറയുന്നത്. ശരീരത്തിലെ മൊത്തത്തിലുള്ള ഫാറ്റിന്റെ അളവായിരിക്കും കുറയുന്നത്. അങ്ങനെയാണ് കുറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പാർട്ടിന് വേണ്ടി എക്സസൈസ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതുള്ളത് ഡയറ്റിംഗ് ആണ്. അത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആൾക്കാർ പട്ടിണി കിടന്ന് വയറ് കുറയ്ക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ എനർജി കുറയും, നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. അത് നമ്മുടെ വെയിറ്റ് ലോസിന് കാരണമായേക്കാം. പക്ഷെ അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് പലപ്പോഴും ബോഡിയുടെ ഇന്റേണൽ ഫംഗ്ഷനെ അത് ബാധിക്കും. അത് നമ്മളെ പിന്നീട് ഒരുപാട് അസുഖങ്ങളിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളൊരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു ബാലൻസ് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എക്സസൈസ് കൂടെ ചെയ്യുമ്പോൾ ഷുവറായിട്ടും ബോഡിയിൽ ആ റിസൾട്ട് കണ്ടു തുടങ്ങും. അപ്പൊ ഇന്ന് അബ്ഡമൻ കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ് ഞാൻ ഇന്ന് ഈ സെഷനിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫാറ്റ്, നമുക്ക് അബ്ഡമനൽ ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എയറോബിക്സ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് എയറോബിക് എക്സസൈസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ചെയ്യുന്നത്. സപ്പോസ് നമ്മളൊരു 50 മീറ്റർ ഓടുന്നു, അല്ലെങ്കിൽ ഒരു ഹെവി വെയിറ്റ് പെട്ടെന്ന് എടുക്കുന്നു, അതെല്ലാം അനേറോബിക് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജൻ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഒരു ലെവൽ കഴിയുമ്പോൾ ആ ഗ്ലൈക്കോജന്റെ അളവ് കുറയും. പിന്നെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫാറ്റ് സെൽസിലേക്ക് പോയി അവിടുന്നാണ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് മെറ്റാബോളിസം നടക്കുന്നത്. വെയിറ്റ് ട്രെയിനിങ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. വെയിറ്റ് ട്രെയിനിങ് നമ്മുടെ ഈ സെഷൻസിനകത്ത് വേണം. അപ്പോഴാണ് നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് മസിൽ മാസ് കൂടും. മസിൽ മാസ് കൂടുമ്പോൾ നമ്മുടെ ബേസൽ മെറ്റാബോളിക് റേറ്റ് കൂടും. അങ്ങനെ നമുക്ക് ഒരുപാട് കലോറി നമുക്ക് ചെലവാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിനകത്ത് നമുക്ക് ഞാൻ അബ്ഡമന്റെ ഒരുപാട് എക്സസൈസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ എക്സസൈസ് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് കാർഡിയാക് എക്സസൈസും വേണം. അതായത് ഒന്നുകിൽ വാക്കിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റ് വാക്കിംഗ്, അതായത് 50 മിനിറ്റ്സിൽ കുറയാം. നമ്മൾ ഈ വാക്കിംഗ് ഉദ്ദേശിച്ചത് സ്ഥിരമായിട്ട് വാക്കിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഈ വാക്കിംഗ് പയ്യെ പയ്യെ ഗ്രാജുവലി നമ്മൾ റണ്ണിങ്ങിലേക്ക് വരിക. നമ്മൾ റണ്ണിങ് പ്രോഗ്രാം, അതായത് ജോഗിംഗ് പ്രോഗ്രാം ഒരു മിനിമം ഒരു 20 to 30 മിനിറ്റ്സ് ചെയ്യാതെ നമുക്ക് ബോഡിക്ക് ഫാറ്റ് ബേണിങ്ങിന് സഹായിക്കില്ല. നമ്മുടെ ജോഗിംഗ് എന്ന് പറയുന്നത് മിനിമം 20 to 30 മിനിറ്റ്സ് നമുക്ക് ജോഗ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ്. അതിനുശേഷമാണ് ഞാൻ ഈ ചെയ്യുന്ന അബ്ഡമൻ, ഇഷ്ടംപോലെ അബ്ഡമൻ എക്സസൈസ്, ഒരുപാട് അബ്ഡമൻ എക്സസൈസ്. ആ അബ്ഡമൻ എക്സസൈസ് എല്ലാം ചെയ്യുക. അപ്പൊ നമുക്കൊരു റുട്ടീൻ ചാർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീച്ച് ജോഗിങ്ങിന് പോവാം. ഞാൻ പറഞ്ഞ വാക്കിംഗ് ഒരു കുറച്ച് നാൾ ചെയ്തിട്ട് ഏതൊരു എക്സസൈസിന്റെയും മിനിമം അഡാപ്റ്റേഷൻ 2 വീക്സ് ആണ്. 2 ആഴ്ച ചെയ്യുമ്പോഴാണ് ഒരു എക്സസൈസ് നമ്മുടെ ബോഡിയിൽ അഡാപ്റ്റ് ചെയ്യുന്നത്.
പിന്നെ ഗ്രാജുവലി നമ്മൾ ഇംപ്രൂവ്മെന്റ് കണ്ടുപോകണം. അപ്പൊ ആദ്യത്തെ 2 വീക്സ് ചെറിയ ബോഡിക്കകത്ത് പെയിൻ, ചെറിയ മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ തോന്നിക്കാം. അത് നമ്മുടെ എക്സസൈസിന്റെ മസിൽസിന്റെ അഡാപ്റ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ എക്സസൈസ് പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യം നമുക്ക് രാവിലെ എണീച്ച് ഒരു 20 to 30 മിനിറ്റ്സ് ജോഗിങ്. ആ ജോഗിങ് നമുക്ക് റോഡിലാവാം, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാവാം, അല്ലെങ്കിൽ വീട്ടിനകത്താകാം, അല്ലെങ്കിൽ നമ്മുടെ ട്രെഡ്മിലിനകത്താകാം. ഇതെല്ലാം ഈ ഒരു കാർഡിയാക് എക്സസൈസിന്റെ ഭാഗമാണ്. ഒപ്പം സൈക്ലിംഗ് ചെയ്യാം. സൈക്ലിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് എക്സസൈസ് ആണ്. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് അപ്പൊ ഈ കാർഡിയാക് ഏതെങ്കിലും ചെയ്യാം, 20 to 30 മിനിറ്റ്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണിക്കുന്ന അബ്ഡമൻ എക്സസൈസ്. അപ്പൊ നല്ല ബോഡി നല്ല വാംഡായി ഈ അബ്ഡമൻ എക്സസൈസ് ചെയ്യും. പിന്നെ നമുക്ക് കാർഡിയാക് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എറോബിക്സ് ചെയ്യാം. എറോബിക്സ് എന്ന് വെച്ചാൽ മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു സെഷൻ കൂടി ഞാൻ ഇതിന്റെ അവസാനം കാണിക്കുന്നുണ്ട്. 3 മിനിറ്റ് സെഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് ഈവൻ അപ് ടു 20 to 25 മിനിറ്റ്സ് വരെ ചെയ്യാം. അപ്പൊ അതും കൂടി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നു. പിന്നെ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് വാമിംഗ് അപ്പ്, ഞാൻ വാമിംഗ് അപ്പിന്റെ ഓൾറെഡി ചെയ്ത ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടുന്നുണ്ട്. പ്ലസ് കൂളിംഗ് ഡൗൺ, അതായത് ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. പിന്നെ ഫുൾ ബോഡി എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം അതിന്റെ ലിങ്ക് കൂടി ഇതിനകത്ത് ഇടുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഒരു ജോഗിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഫാസ്റ്റ് വാക്കിംഗ്. അത് നന്നായിട്ട് ഫുൾ ബോഡി എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സസൈസ് പ്രോഗ്രാമിൽ ഒരു 20 to 30 മിനിറ്റ്സ് ജോഗിങ്, ഫാസ്റ്റ് വാക്കിംഗ് 15 മിനിറ്റ്സിൽ കുറെ ആൾ, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഈ അബ്ഡമൻ എക്സസൈസ് ചെയ്യുക. അതിനുശേഷം ബോഡി ടൈറ്റ് ആകാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വാമിംഗ് ഡൗൺ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യാം. വാമിംഗ് ഡൗൺ ചെയ്യുക. പിന്നെ ബോഡി ടൈറ്റ് ആയിട്ട് തോന്നിയാൽ നമ്മുടെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അബ്ഡമൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, അത് ഈ എക്സസൈസിന്റെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട്. ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം. വീണ്ടും അടുത്ത എക്സസൈസിൽ പോവാം, വീണ്ടും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യും. ഇപ്പൊ ഇന്ന് നമുക്ക് ഏകദേശം ഒരു 10-17ഓളം എക്സസൈസ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ എക്സസൈസ് ഒക്കെ ജസ്റ്റ് വാച്ച് ചെയ്യാം. അതായത് ബിഗിനേഴ്സിനുണ്ട്, ഇന്റർമീഡിയറ്റ്സിനുണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ബിഗിനേഴ്സിനുള്ള അതായത് കൈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ബിഗിനേഴ്സ് ആണ്, അല്ലാതെ ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ആൾക്കാർക്കാണ്. അപ്പൊ ഈ 17ഓളം എക്സസൈസ് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഈ 17ഓളം എക്സസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബിഗിനിങ് ലെവലിൽ തുടങ്ങാം. അത് സെലക്ട് ചെയ്തിട്ട് 10-12 എക്സസൈസ് സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് ചെയ്തു തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ എക്സസൈസ്. അപ്പൊ നമ്മുടെ ഈ എക്സസൈസ് ജസ്റ്റ് ഇരിക്കുക, കാല് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് മേളിൽ ഹോൾഡ് ചെയ്യാം. 1 2 3, കൈ ജസ്റ്റ് ബാക്കിൽ സപ്പോർട്ട് ചെയ്യാം. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അടുത്ത ലെഗ് ജസ്റ്റ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാത്തേ ഉള്ളൂ. എത്ര സെക്കൻഡ് വേണമെങ്കിലും അത് ഹോൾഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു 15 തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാല് നോക്കുക, ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അപ്പൊ കൈ ഇങ്ങനെ ബാക്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഇനീഷ്യൽ ഇതായിട്ട് ജസ്റ്റ് ബാക്കിൽ കൈ സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, ഒരു കാല് ഫ്രണ്ടിൽ കൊണ്ടുപോവാ, ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് back, front, back, front, back, front, back. അപ്പൊ ഈ ജസ്റ്റ് ഇങ്ങനെ കാല് അങ്ങോട്ട് കൊണ്ടുപോകും. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്പീഡ് കുറച്ച് ചെയ്യും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ചെറുത്തുള്ള സ്പീഡിൽ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഇത് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം. ആ സൂപ്പർ എക്സസൈസ് ആണ്. യെസ് 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 യെസ്. അപ്പൊ അടുത്തത് ജസ്റ്റ് എക്സസൈസ് ജസ്റ്റ് കാലിരിക്കുക. അപ്പൊ കൈ എപ്പോഴും സപ്പോർട്ടാണ്. ഈ കാലിങ്ങനെ ജസ്റ്റ് ഫോൾഡ് സ്ട്രൈറ്റ്, ഫോൾഡ് സ്ട്രൈറ്റ്, ഫോൾഡ് സ്ട്രൈറ്റ്. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ട കൈ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം. ഫോൾഡ് ആൻഡ് സ്ട്രൈറ്റ്, ഫോൾഡ് ആൻഡ് സ്ട്രൈറ്റ്, ഫോൾഡ് സ്ട്രൈറ്റ്, ഫോൾഡ് സ്ട്രൈറ്റ്. ഗുഡ്, നല്ല എക്സസൈസ് ആണ്. കൈ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാവുന്ന എക്സസൈസ്. അടുത്തത് കാല് ജസ്റ്റ് എയറിൽ
കാലുകൾ തമ്മിൽ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ടാപ്പ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നമ്മൾ ഭയമുള്ള സിമ്പിൾ എക്സസൈസ് ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കുക, കൈ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ബിഗിനേഴ്സിന് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് കാൽ ലിഫ്റ്റ് അപ്പ് ഡൗൺ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് വയറിന് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. You can do the other exercise. ഇരിക്കുക, ജസ്റ്റ് കാല് സിസർ പോലെ ക്രോസ് ചെയ്യുക. യെസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് മറ്റൊരു എക്സസൈസ് ആണ്. അടുത്തത് രണ്ട് കാലും, അതായത് ഓരോ കാലും ഇങ്ങനെ ജസ്റ്റ് സീറോ വരയ്ക്കുക. കാല് കൊണ്ട് ഇങ്ങനെ സീറോ വരയ്ക്കുക. യെസ് Yes, go like this. Yes, 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 yes. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലോറിൽ നിന്നും കാല് എലിവേറ്റ് ചെയ്ത് വെക്കുക, ഹോൾഡ് ചെയ്യുക. ലൈക്ക് ദിസ് ഹോൾഡ്. കേട്ടാ, നമ്മൾ കൈ സപ്പോർട്ട് ബാക്കിൽ ഇടുക. കേട്ടാ, ജസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. കംഫർട്ടബിൾ ആയിട്ട് കാല് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. കേട്ടാ, ഹോൾഡ് ഡൗൺ. അടുത്ത എക്സസൈസ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ഈ ഹീലിൽ ടച്ച് ചെയ്യും. രണ്ട് ഹീലിലും ജസ്റ്റ് ടച്ച് ചെയ്യും. ഇത് നമ്മുടെ ഈ വയറിന്റെ സൈഡിനുള്ള നല്ല എക്സസൈസ് ആണ്. ഈ എക്സസൈസ് എങ്ങനെ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ടച്ച്. യെസ് യെസ് യെസ്. അവിടെ ഒരു 1 സെക്കൻഡ്. Yes, 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 good, yes, yes, yes. അടുത്ത നമ്മൾ ജസ്റ്റ് ഇരിക്കുക, കാല് രണ്ടും കൂടി പൊക്കുക, താക്കുക. ഇരിക്കുക, ജസ്റ്റ് യെസ്, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. Up, down, up, down, up, down, up, down, up, down, up. അടുത്തത് കാല് ജസ്റ്റ് സൈഡിലേക്ക് പൊക്കി വെക്കുക. യെസ്, ഒരു സൈഡ് ഒരു സൈഡ്, ഒരു സൈഡ് ഒരു സൈഡ്, ഇങ്ങനെ പൊക്കി വെക്കുക. കാലിങ്ങനെ പൊക്കി വെക്കുക. യെസ് 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 യെസ്. ഇങ്ങനെ ജസ്റ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വെക്കുക. ഇതൊരു 10-15. അടുത്തായിട്ട് ഇരുന്നിട്ട് സൈക്കിൾ മൂവ്മെന്റ്, കാലിന്റെ സൈക്കിൾ മൂവ്മെന്റ് ഒരു എക്സസൈസ് ആണ്. ഇങ്ങനെ ഇരിക്കുക, ജസ്റ്റ് റൊട്ടേറ്റ്. യെസ് യെസ്. നമ്മൾ സൈക്കിൾ ജസ്റ്റ് ചവിട്ടി പോകാം. യെസ് യെസ് യെസ്. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് ചവിട്ടാം, ബാക്കിലോട്ടും ചവിട്ടാം. യെസ്, തിരിച്ചു ചവിട്ടാം. യെസ് 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 യെസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അടുത്ത എക്സസൈസ് വന്നത് കാലിനെ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പ് 2 3 5 6 7 8 9 10 11 12 13 14. നമ്മളിപ്പോ ചെയ്ത എക്സസൈസ് എല്ലാം കൈക്ക് സപ്പോർട്ട് ചെയ്താണ്. അതായത് ബിഗിനേഴ്സ് തുടങ്ങുമ്പോൾ ഇങ്ങനെ കൈ ജസ്റ്റ് ബാക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങുക. നമ്മളിപ്പോ കുറെ എക്സസൈസ് ചെയ്യും. കൈ ഇങ്ങനെ ബാക്ക് സപ്പോർട്ട് ചെയ്യും. കാല് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, അടുത്ത കാല് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, രണ്ട് കാല് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, ജസ്റ്റ് സിസർ. ഇതെല്ലാം നമ്മൾ കൈ കുത്തി ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ സപ്പോർട്ട് എടുക്കുക. കൈ സപ്പോർട്ടില്ലാതെ ഇരുന്നിട്ട് ചെയ്തു നോക്കുക.
ഞാൻ അത്ര എക്സസൈസ് വീണ്ടും കാണിക്കുന്നില്ല. ആ സെയിം എക്സസൈസ് ഒരു 15 നമ്പേഴ്സ് അല്ലെങ്കിൽ 20 നമ്പേഴ്സ് അത് നിങ്ങൾ കൈ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ട് ചെയ്തു നോക്കുക. ആദ്യം നമ്മൾ കൈ സപ്പോർട്ടാണ് ചെയ്തത്. ഈ കൈ സപ്പോർട്ട് ചെയ്യാതെ ചെയ്തു നോക്കുക. ഇങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ജസ്റ്റ് കിടന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കിടന്നിട്ടുള്ള എക്സസൈസ് ചെയ്യാം. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യാൻ. കാരണം കുറെ കൂടെ ബേസ് ഓഫ് സപ്പോർട്ട് ഉണ്ട്. അല്ലെങ്കിൽ കിടന്നിട്ട് ചെയ്യുക. കിടന്നിട്ട് നമ്മൾ ചെയ്ത സെയിം എക്സസൈസുകൾ നമ്മൾ ഈ ചെയ്ത ഇത്രയും എക്സസൈസും കൂടെ ജസ്റ്റ് കിടന്നിട്ടും ചെയ്യുക. എന്നിട്ട് ചെയ്തു നോക്കുക. അത് നല്ല റിസൾട്ട് അതിനകത്തുണ്ടാവും. ഒപ്പം ഞാൻ ജസ്റ്റ് റഷ്യൻ ട്വിസ്റ്റ് എന്നുള്ള എക്സസൈസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുകൂടെ ജസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ഈ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് കൈ നമ്മൾ ഇവിടേക്ക് ഹോൾഡ് ചെയ്യും. എങ്ങനെ ഹോൾഡ് ചെയ്യും? സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ വയറിന്റെ ഈ ഭാഗം, ഈ മസിൽസ് നന്നായിട്ട് സ്ട്രെങ്തനും ആവുന്നുണ്ട്, ഒപ്പം ട്വിസ്റ്റ് ആവുന്നുണ്ട്. എന്നിട്ട് അപ്പർ സൈഡിലേക്ക് ചെയ്യും. അപ്പൊ ഇതൊരു 5 എണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. കൈ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് 1 2 3 4 5 6 7 8. നമ്മൾ ശ്രദ്ധിക്കുന്ന കൈ ഇങ്ങനെ അപ്പർ ബോഡി അപ്പറായിട്ട് ഹോൾഡ് ചെയ്താൽ മതി. പ്ലസ് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ വയർ ഭാഗം ട്വിസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് ഒരു 10 റെപ്പറ്റീഷൻ ഉള്ള ഒരു സെറ്റ് ചെയ്യും. ഒരു സെറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തേക്ക് അങ്ങനെ ഒരു 3 സെറ്റ് നമുക്ക് ചെയ്യും. ഇത് നമ്മുടെ സ്റ്റൊമക്ക്, അതായത് വയർ ഭാഗം നന്നായിട്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല എക്സസൈസ്. ഇപ്പൊ നമ്മള് കുറെ ഇരുന്നിട്ടുള്ളയും നമുക്ക് കിടന്ന് ചെയ്യാവുന്നതും ഒക്കെ എക്സസൈസിന്റെ വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി ജസ്റ്റ് കുറച്ച് ക്ലൈംബിംഗ് എക്സസൈസ്, അതായത് ക്ലൈംബേഴ്സ്, നമ്മൾ ലോവർ അബ്ഡമൻ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് കൂടി ഞാൻ ഇതിന്റെ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ ആ ഡെമോൺസ്ട്രേറ്റ് കൂടെ വാച്ച് ചെയ്യാം. അപ്പൊ ആ എക്സസൈസ് നമ്മുടെ അബ്ഡമൻ പാർട്ടിനെ സ്ട്രോങ് ആക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടുത്തെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ആ എക്സസൈസ് കൂടി ഇതൊന്ന് കണ്ടു നോക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ആണ് മൗണ്ടൻ ക്ലൈംബേഴ്സ്. മൗണ്ടൻ ക്ലൈംബേഴ്സ് നമുക്ക് സ്ലോ ആയിട്ട്, ബിഗിനേഴ്സിന് സ്ലോ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇത് അബ്ഡമൻ നല്ലൊരു എക്സസൈസ് ആണ്. അപ്പൊ ഈ മൗണ്ടൻ ക്ലൈംബേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കാല് ഫ്രണ്ടിലേക്ക് പോവുക, ഫ്രണ്ട് ബാക്ക്, യെസ് ബാക്ക്, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ക്ലൈംബേഴ്സ്. നേരത്തെ നമ്മൾ സ്ലോ ആയിട്ടാണ്. അതൊരു 50 to 20 ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ക്ലൈംബേഴ്സ് ജസ്റ്റ് ഗോ ഫാസ്റ്റ്. കാല് ഫാസ്റ്റ് ആയിട്ട് ഗോ ഫാസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റ്. ഇതൊരു 20 ടൈംസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. യെസ് 1 യെസ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ചെയ്ത മൗണ്ടൻ ക്ലൈംബേഴ്സ് എക്സസൈസിനോടൊപ്പം തന്നെ ക്രോസ് ക്ലൈംബേഴ്സും ചെയ്യാം. ക്രോസ് ക്ലൈംബേഴ്സ് കാല് ഡയഗണലായിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോകും. അത് വളരെ സിമ്പിൾ എക്സസൈസ് ആണ്. അത് ജസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ജസ്റ്റ് നമ്മൾ പൊസിഷനിൽ നിൽക്കുക, ജസ്റ്റ് ക്രോസ് ചെയ്യുക. യെസ് ക്രോസ്, 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 ജസ്റ്റ് ക്രോസ് ചെയ്യുക. കാര്യം ഇത് ഒരു 20 ടൈംസ് ചെയ്യാവുന്ന എക്സസൈസുകളാണ്. ഇത് നമ്മുടെ ലോവർ അബ്ഡമന് നല്ല എക്സസൈസ് ആണ്. ജസ്റ്റ് ഇങ്ങനെ കാല് ക്രോസ് ചെയ്യും, ജസ്റ്റ് ക്രോസ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും അബ്ഡമനുള്ള ഏത് എക്സസൈസ് ചെയ്യുന്നതും തിരിച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് അബ്ഡമന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ജസ്റ്റ് ഇങ്ങനെ പോവുക, കിടക്കുക, ജസ്റ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇത് നമ്മൾ ഓരോ എക്സസൈസിന് ശേഷവും അബ്ഡമൻ പാർട്ട് ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് സ്ട്രെച്ച് ചെയ്യാവുന്ന എക്സസൈസ് കൂടിയാണ്. ഇതും കൂടി അതിന്റെ കൂടെ ചെയ്യുക. ഇപ്പൊ നമ്മള് അബ്ഡമൻ എക്സസൈസുകൾ കണ്ടു. ഞാൻ ജസ്റ്റ് ഒരു എയറോബിക് പ്രോഗ്രാം, എയറോബിക് എക്സസൈസ് ഒരു 3 മിനിറ്റ്സിന്റെ എയറോബിക് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഡ്യൂറേഷൻ കൂട്ടി നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഓരോ എക്സസൈസിന്റെ നിങ്ങൾ ഡ്യൂറേഷൻ കൂട്ടി ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വെളിയിൽ ഓടാൻ പോയി നമുക്ക് എയറോബിക് ട്രെയിനിങ് ചെയ്യാം. ആ ഡ്യൂറേഷൻ ആണ് വളരെയധികം ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എയറോബിക് എക്സസൈസ് കൂടെ കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കി അതും കൂടെ നമ്മുടെ ട്രെയിനിങ് സെഷനിൽ ഉൾപ്പെടുത്താം. അതൊരു സ്ട്രെങ്തനിങ് എക്സസൈസ് കൂടി ഉണ്ടാവും. അപ്പോ ഒരു വളരെ നല്ല ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ
അപ്പൊ അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മോർ കലോറി നമുക്ക് ബേൺ ചെയ്യാൻ സാധിക്കും. ആ എയറോബിക്സ് പ്രോഗ്രാം കൂടി ഇത് കണ്ടു നോക്കാം. ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ടിൽ ജമ്പിങ്. ചുമ്മാ രണ്ട് കാര്യം ചെറുതായിട്ട് ജമ്പ് ചെയ്തു. ഇതിങ്ങനെ 10 പ്രാവശ്യം 1 2 3 4 5 6 7 8 9 10. അത് കഴിഞ്ഞിട്ട് അപ്പഴേ മാർച്ച് ചെയ്യാം. നമ്മൾ ഈ മാർച്ചിങ് എന്നത് കോമൺ ആണ്. ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും 10 1 2 3 അത് കൈയും കാലും ഇങ്ങനെ ഒരുമിച്ച് 5 6 7 8 9 10. അപ്പൊ ഇത് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ഷോൾഡറിനുള്ളതാണ്. 1 2 കൈയും വരും, ഒപ്പം കാലും 3 4 5 6. ഇത് കഴിഞ്ഞ് വീണ്ടും 10 സെക്കൻഡ് മാർച്ച് ചെയ്യാം. 1 2 3 10 സെക്കൻഡ് മാർച്ച് ചെയ്യാം. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സസൈസ് കൈ മേളിൽ പോയിട്ട് താഴെ വരിക. ലിഫ്റ്റ് സൈഡിലോട്ട് പൊക്കുക, സൈഡിലോട്ട് ലിഫ്റ്റ് അപ്പ്, കാല് കൈ പൊക്കുന്നതിനൊപ്പം കാല് സൈഡിലോട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് മാർച്ച്. 10 സെക്കൻഡ് മാർച്ച്. അത് നെക്സ്റ്റ് എക്സസൈസ് ഒരു കാല് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ രണ്ട് കൈ മേലോട്ട് ബാക്കിലേക്ക് 1 2 1 2 1 2. ഇതൊരു 10 സെക്കൻഡ് ചെയ്യാം. 10 സെക്കൻഡ് ചെയ്ത് അപ്പോഴേ മാർച്ച് ചെയ്യാം. മാർച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ 4 എക്സസൈസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ എക്സസൈസ് നിൽക്കുക, സൈഡിലേക്ക് ബോക്സ് ചെയ്യുക, ഒപ്പം നീ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ലിഫ്റ്റ് ഇട്ട് ഇങ്ങനെ ബോക്സ് ചെയ്യുന്നത്. ഇതും ഒരു 10 സെക്കൻഡ് ചെയ്യാം. 10 സെക്കൻഡ് ചെയ്യാൻ വീണ്ടും മാർച്ച് ചെയ്യും. ഇനി ആറാമത്തെ എക്സസൈസ് മേളിലോട്ട് ബോക്സ് ചെയ്യുക. 1 2 3 4 5 ഇങ്ങനെ ചെയ്യാം. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 സെക്കൻഡ് മാർച്ച് ചെയ്യും. നമ്മൾ ഏതൊരു എക്സസൈസ് വീണ്ടും 10 സെക്കൻഡ് മാർച്ച് ചെയ്യും. കണ്ടോ? ഇനി നമ്മളെ ഏഴാമത്തെ എക്സസൈസ് 6 എക്സസൈസ് ചെയ്തു. ഏഴാമത്തെ എക്സസൈസ് സൈഡിലേക്ക് 1 സൈഡിലേക്ക് കാലിൽ ഇങ്ങനെ ചെയ്യുക. ഇതൊരു 10 സെക്കൻഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും പോയി മാർച്ച് ചെയ്യും. അടുത്ത എട്ടാമത്തെ എക്സസൈസ് ആണ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചുമ്മാ കാല് ഫ്രണ്ടിലേക്ക് പോകുക. കണ്ടോ? ഫ്രണ്ട് കാലിലേക്ക് ഇങ്ങനെ പോകുക. ഇത് ഒരു 10 സെക്കൻഡ്. അപ്പൊ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഉടനെ മാർച്ച് ചെയ്യും. നമ്മൾ മാർച്ച് എപ്പോഴും കാണണം. മാർച്ച് ചെയ്യാം. ഓക്കെ. ഞാൻ ഒമ്പതാമത്തെ എക്സസൈസ് കൈ ഇങ്ങനെ വെക്കുക, ബാക്കിലേക്ക് ജസ്റ്റ് 1 ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക കാല്. യെസ്. ചെറുതായിട്ട് ബൗൺസ് കൊടുക്കുക, വീണ്ടും മാർച്ചിങ് വീണ്ടും 10 സെക്കൻഡ് പോകണം. ഓക്കെ. ഈ ലാസ്റ്റ് എക്സസൈസ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റ് കാലും ഓൾട്ടർനേറ്റ് കൈയും. യെസ്. 1 ഇത് ചെയ്യുക. 3 4 5 6. ഇത് കഴിഞ്ഞ് വീണ്ടും കോമൺ ആയിട്ട് മാർച്ച്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ എക്സസൈസ് ഇപ്പൊ 10 സെക്കൻഡ് എടുക്കുക. അത് നിങ്ങൾക്ക് ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവരിക. വേണേൽ 20 സെക്കൻഡ്സ് ആക്കാം ഒരു എക്സസൈസ്, 20 സെക്കൻഡ് മാർച്ച്. വേണേൽ 30 സെക്കൻഡ്സ് ആക്കാം, വീണ്ടും 30 സെക്കൻഡ് മാർച്ച്. വേണേൽ 60 സെക്കൻഡ് 1 മിനിറ്റ് ഓരോ എക്സസൈസും ചെയ്യുക, ഒന്ന് മാർച്ച് ചെയ്യുക. അപ്പൊ അതിന് ഏകദേശം 20 മിനിറ്റ് ആയി കഴിയും. അപ്പൊ 20 മിനിറ്റ് അല്ലെങ്കിൽ ഈ 10 കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ നമ്മൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത എക്സസൈസ് എല്ലാം റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ട്രെയിനിങ് സെഷൻസ് മികച്ചതാക്കുക. ഷുവറായിട്ട് നിങ്ങളുടെ അബ്ഡമൻ സ്ട്രെങ്ത് കൂടുകയും ഒപ്പം നിങ്ങളുടെ അബ്ഡമൻ ഫാറ്റ് കുറയുകയും ചെയ്യും. സോ വി വിൽ കം വിത്ത് more videos in the coming episodes. Keep practicing and be safe. Okay, bye.